നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ നാഗലശ്ശേരി പഞ്ചായത്തിൽ പെരിങ്ങോട് തൊഴുക്കാട് കിഴക്കൂട്ട് പ്രദീപിൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് 1ാം റാങ്ക് കിട്ടിയിരിക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ് 1ാം റാങ്ക് നേടിയിട്ടുള്ളത്. അർച്ചന എന്നാണ് പേര്, അല്ലേ? അതെ. വലിയൊരു നേട്ടം അല്ലേ? അതെ. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ട് നല്ല രീതിക്കാണ് ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ എത്രയായാലും നമ്മൾക്കൊരു ഡ്രീം വേണം, ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തെ ഞാൻ പിന്തുടർന്നു. അതൊരു വീട്ടുകാർക്ക് വേണ്ടിയിട്ടും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയും പിന്തുടർന്ന് എത്തിയത് ഇത്ര വലിയൊരു നേട്ടത്തിലേക്കാണ്. പ്രതീക്ഷിച്ചിരുന്നോ ചോദിച്ചാൽ ഒരു തരത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിന് അത്രയും ഹാർഡ് വർക്ക് നമ്മൾ അതിന് കൊടുത്തിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കും. അതിലും ഉപരി കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റാങ്ക് കിട്ടിയത്, അല്ലേ? ഏത് കോളേജിലാണ് പഠിച്ചിരുന്നത്? LF കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ. അതെ, ലിറ്റിൽ ഫ്ലവർ കോളേജിൽ. ഓക്കെ. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഈ ഒരു റാങ്കിലെത്താൻ വേണ്ടിയിട്ട് ഒരു ചിട്ടയായ പഠനം എന്തായാലും ആവശ്യം വരുമല്ലോ, അല്ലേ? അപ്പോൾ അത് സാധാരണ ഇതിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളൊരു നേട്ടം കൈവരിക്കുന്നത്? എങ്ങനെയാണ് ഒരു റാങ്കിലേക്കൊക്കെ എത്തിച്ചേരുന്നത്? റാങ്കിലേക്ക് എത്തിച്ചേരുക എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച് അതിലേക്ക് എത്തണമെന്ന് നമ്മൾ വിചാരിക്കില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ നേട്ടത്തിലേക്ക് എത്താം. പക്ഷെ നമ്മൾ ഒരിക്കലും അതിന് വ്യതിചലിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യുക. നമ്മൾ നോട്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ് ആണെങ്കിലും ഒന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുകയോ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരു കോളേജ് പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിയാം, പഠനം മാത്രമല്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻജോയ് ചെയ്യാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എല്ലാത്തിനും ഒരു പരിധി വരെ നിർത്തി നമ്മൾ ആ ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന് ഒരു മെയിൻ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏതൊരു കുട്ടിക്കും ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനും ഈ റാങ്ക് പൊസിഷനിലേക്ക് അല്ലെങ്കിൽ റാങ്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഞാനും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ആ ലക്ഷ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ മോഹത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ലക്ഷ്യം എന്തായാലും കിട്ടും. ഇനിയുള്ള കുട്ടികളാണെങ്കിലും അവർ ഇനി പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ രീതിയിൽ എങ്ങനെയാണോ അവരാ ഡ്രീമിനെ ഫോളോ ചെയ്ത് അവരാ സ്റ്റഡീസിനെ നന്നായി ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ടും എല്ലാവർക്കും അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു വലിയ നേട്ടം കൈവരിച്ചപ്പോൾ നമുക്ക് ഈ സമയത്ത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും ഒന്ന് അത് ചുരുക്കിയിട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ എന്തായാലും നമ്മളൊരു പൊസിഷൻ കിട്ടുമ്പോൾ എന്തായാലും നമ്മൾ അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരെ എന്തായാലും നമ്മൾ ഓർക്കും. കോളേജിൽ പറയുകയാണെങ്കിൽ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റീസ് മെയിനായിട്ട് എൻ്റെ അവിടുത്തെ HOD എന്ന് പറയുന്നത് അലക്സ് സാറാണ്. പിന്നെ അവിടുത്തെ അഞ്ജലി മിസ്, ഗായത്രി മിസ്, സാർമാർ, അങ്ങനെ കുറേ പേരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J. ബിൻസി ആണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ. വളരെ സപ്പോർട്ടീവായിട്ടുള്ള നല്ലൊരു പ്രിൻസിപ്പൽ സിസ്റ്റർ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വീട്ടിൽ നിന്നാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് എൻ്റെ അമ്മ തന്നെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാ തരത്തിലും മെൻ്റലി എല്ലാ തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ എൻ്റെ സിബ്ലിങ്സ്, എൻ്റെ നാട്ടുകാർക്കും വലിയ പങ്ക് അതിലുണ്ട്. നമ്മൾ എത്രയായാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവർ പല രീതിയിൽ എങ്ങനെയെങ്കിലും അവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അതന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയൊരു നേട്ടം കൈവരിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ ആ ഒരു അന്തരീക്ഷം ഇതേവരെ നമ്മളെ എത്തിയ ഒരു സാഹചര്യം തീർച്ചയായിട്ടും അതിലൊരു വളരെ പ്രാധാന്യം ഉണ്ടല്ലോ, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതേവരെ പഠിച്ച സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇതേവരെ വന്നിട്ടുള്ള ആ ഓരോ സമയത്തുണ്ടായിട്ടുള്ള ഇപ്പോൾ ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ ഒരു അടിത്തറയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു വന്ന ആ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കായിരുന്നു. ഞാൻ എൻ്റെ ഏറ്റവും അടിസ്ഥാനം തൊട്ട് ഞാൻ എത്തി +2 വരെ ഞാൻ പഠിച്ചത് എൻ്റെ പെരിങ്ങോട് സ്കൂളിലാണ്. HSS പെരിങ്ങോടാണ്. എൻ്റെ ബേസ് ലെവൽ തൊട്ട് ഞാൻ വേറെ സ്കൂളുകളിൽ നിന്ന് മാറിയിട്ടില്ല. കോളേജിൽ എത്തിയപ്പോഴാണ് ഞാനൊരു വേറൊരു സ്ഥലത്തേക്ക് വേറൊരു സ്ഥലത്ത് മാറിയത്. എൻ്റെ ബേസ് ലെവൽ തൊട്ട് ഞാൻ എൻ്റെ ഒരു നല്ല രീതിയിലേക്ക് എത്തുന്ന വരെ ഒരു 17 16 ആ ഒരു വയസ്സിൻ്റെ എത്തുന്ന വരെ ഞാൻ പഠിച്ചത് പെരിങ്ങോട് സ്കൂളിൽ തന്നെയാണ്. പാഠ്യേതര രംഗത്ത് ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു സ്കൂൾ തന്നെയാണല്ലോ, അല്ലേ? തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന അവിടുത്തെ ഒരു ഗജവീരൻ അതിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് ആ സ്കൂളിന്റെ ഒരു അതുപോലെ തന്നെയാണ്. അതെ.
തീർച്ചയായിട്ടും അത് നമുക്കൊരു അടിത്തറ തന്നെയാണ്. അതെ അതെ, കാരണം എത്രയായാലും നമ്മൾ ബേസ് ലെവലിൽ നമ്മൾ പഠിച്ച സ്കൂള് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം അടിസ്ഥാനം തരുമ്പോൾ തന്നെയാണ് നമുക്ക് അതിന് മുകളിലേക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു എന്ത് കെട്ടിപ്പടുക്കുമ്പോഴും നമ്മളുടെ അടിസ്ഥാനം സ്ട്രോങ് ആയാലാണ്, ആ ബേസ് ലെവൽ സ്ട്രോങ് ആയാലാണ് അതിന് മുകളിലേക്ക് നമുക്ക് പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പഠിച്ച സ്കൂളിനെ ഒരിക്കലും ഞാൻ മറക്കില്ല. അതിനും എനിക്കിപ്പോൾ ഈ കിട്ടിയ വിജയത്തിൽ എല്ലാ കത്താരം കൊണ്ടും എൻ്റെ സ്കൂളിനും പങ്കുണ്ട്. ഇതിൽ പറഞ്ഞ വളരെ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളർന്നു വരുന്ന, പ്രത്യേകിച്ച് ഈ പുതുതലമുറ വളർന്നു വരുന്ന ഒരു അന്തരീക്ഷത്തിൽ അല്ലേ, നമുക്ക് ഏത് വഴിക്ക് പോകണം, ശരിയായ വഴിക്ക് പോകണോ തെറ്റായ വഴിക്ക് പോകണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളുള്ള ഒരു പ്രത്യേക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഒരു പോയിന്റ്, അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം അല്ലേ, അതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, മറ്റുള്ളവരിലേക്കൊന്നും വ്യതിചലിച്ച് പോകരുത് എന്നുള്ളത് അല്ലേ വളരെ പ്രധാനമായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ അക്കാദമിക്കായിട്ടാണെങ്കിലും അതല്ലാതെ ആണെങ്കിലും ശരി, നമ്മളെ ജീവിതത്തിൽ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നമ്മൾ എന്താ പറയുക, നമ്മളെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഉള്ള ഒരു പങ്ക് എങ്ങനെയാണ് കാണുന്നത്? വളരെയധികം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളും ഞാൻ കേട്ടുന്നുണ്ട്, അവിടെ നമ്മളിപ്പോൾ രക്ഷിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താലേ, അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ വളരാൻ അവർ സാഹചര്യം കൊടുത്താലേ അവർക്ക് വളരാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ മക്കളെ നല്ലപോലെ നോക്കാതെ, അവരെ ഒന്നും മോണിറ്റർ ചെയ്യാതെ, അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാതെ അവർക്കൊരിക്കലും വളരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അധ്യാപകരാണെങ്കിലും നമ്മൾ ഏതൊരു ലോ ലെവലിലും നമ്മളെ അധ്യാപകർ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ നമ്മുടെ മക്കൾ വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ബിലോ ആവറേജ് ആയിരിക്കാം. പക്ഷെ അതല്ല, നമ്മൾ അവരെങ്ങനെയുള്ളവരാണെങ്കിലും അവരെ ആ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് പിന്നെയും പഠിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുക. നമ്മൾ അവരെ താഴ്ത്തുമ്പോൾ ചിലപ്പോൾ അവർ ഇതാക്കുന്നില്ല. രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അവരെ ഉള്ള അവസ്ഥയിൽ അവരെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിച്ചാൽ ചിലപ്പോൾ അവർ ഇനിയും വളരും. ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് നമുക്കറിയാം, പണ്ടത്തെ തലമുറയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അറിയില്ല. ഇപ്പോൾ നമ്മുടെ രക്ഷിതാവൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അടിക്കുക, ചീത്ത പറയുക, അല്ലെങ്കിൽ വേറെ രീതിയായിരുന്നു അവരെ വളർത്തിക്കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞാൽ, അവർ നന്നാവാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുത്തിരുന്ന ശിക്ഷകളും രീതികളും ഒക്കെ കാഴ്ചപ്പാടൊക്കെ വേറെയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ ഒരു പരിധിയിൽ കൂടുതൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അടക്കം ഇന്നത്തെ പുതുതലമുറയെ നിയന്ത്രിക്കുന്നതിനോ അവരെ നേർവഴിക്ക് നയിക്കുന്നതിനോ ഉപയോഗിക്കുന്ന പണ്ടത്തെ ഈ രീതികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് കുറേ കൂടുതൽ പരിമിതികളുണ്ട്, നിയമത്തിൻ്റെ മുന്നിലുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് തന്നെ, അപ്പം അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് എന്താ പറയുക, ജീവിതത്തിൽ വിജയം നേടണം എന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അക്കാദമിക്കായിട്ട് മാത്രമല്ലല്ലോ, ജീവിതത്തിൽ വിജയം നേടണം എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് സ്വയം നിയന്ത്രണങ്ങളും അതേപോലെ തന്നെ സ്വയം കാഴ്ചപ്പാടും രീതിയും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പരിധി എവിടെയാണ്? അതായത് ആ കുട്ടി എന്താ പറയുക, ജീവിതത്തിൽ സ്വയം വളർന്നു വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുമ്പോൾ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപകടത്തിൽ പെടാതിരിക്കാൻ? എപ്പോഴും ഒരു കുട്ടികൾ, നമ്മൾ സന്തോഷം ഒരു വലിയൊരു പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും നമ്മളിപ്പോൾ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും പല അപകടങ്ങളിൽ ചെന്ന് പെടുന്നത്. ഇപ്പോൾ നമ്മളെ ഏറ്റവും നമുക്ക് അടുത്തറിയുന്ന കാര്യങ്ങളായിരിക്കും മയക്കുമരുന്ന്, പല കാര്യങ്ങളും. നമ്മളതൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആഘോഷിക്കാനും ആ സന്തോഷത്തിന്, ആ ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്താൽ തന്നെ അപകടത്തിൽ അവർ വരില്ല, അവർ നേർവഴിക്ക് നടക്കും. കാരണം ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി അവർ പ്രയത്നിക്കണോ, അതോ ഒരു കാലത്തേക്കുള്ള കുടുംബത്തിനും തനിക്കുള്ള സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കണോ എന്ന് അവർ ചിന്തിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് നേർവഴിക്ക് നടക്കാൻ പറ്റും. പിന്നീട് അവർക്ക് വേണ്ടത് ഒരു ലക്ഷ്യം. അത് ഏതൊരു ആൾക്കും, അത് വലിയ ആളാണെങ്കിലും ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നല്ലൊരു ഡ്രീം വേണം, നല്ലൊരു ലക്ഷ്യം വേണം. അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടിയിട്ടോ, പ്രധാനമായിട്ടും ഫാമിലിക്കാട്ടും കൂടുതൽ ഞാൻ വിചാരിക്കുന്നത് അവർക്ക് വേണ്ടി, അവരെയാണ് ഈ നാടിന് ഭാവി തലമുറയെ നന്നായി കിട്ടണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. എല്ലാം നമ്മൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എത്ര അധ്യാപകരും വീട്ടുകാരുണ്ടെങ്കിലും അവർ തന്നെ വിചാരിച്ചാലാണ് എല്ലാം നടക്കുക. അപ്പോൾ ഒറ്റ നേരം കൊണ്ടുള്ള സന്തോഷത്തിന് വേണ്ടി ആ അപകടത്തിന് വേണ്ടി അവർ മുതിരുമ്പോൾ ഒന്ന് ഓർക്കുക, അതുകൊണ്ട് അവരുടെ ജീവിതം പോകുന്നു, അവരുടെ ജീവിതം അതിലൂടെ അവർ അവസാനിച്ചു. ഒരു പക്ഷെ അവർ തിരിച്ചു വന്നാൽ പോലും
അവർക്ക് ആ ആദ്യത്തെ ഒരു ആവേശമോ ഒന്നും അവർക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നമ്മൾ നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒന്നും ചിലപ്പോൾ രണ്ടാമത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അപ്പം കുട്ടികൾ അപകടത്തിൽ ചെല്ലാതിരിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവരൊരു ഭാവി എപ്പോഴും ചിന്തിക്കുക, അവരുടെ ഒരു വലിയ സന്തോഷത്തിന് വേണ്ടി അവർ പ്രയത്നിക്കുക. ഒരിക്കലും ഒരു ചെറിയ സന്തോഷത്തിന് ആ ഒരു നേരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആളാവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുന്നുണ്ട്. അങ്ങനെ വേണ്ട, നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നിന്നാൽ കുട്ടികൾ എന്തായാലും അവരുടെ രീതിയിൽ ഫോക്കസ് ചെയ്ത് എന്തായാലും വളരും. എങ്ങനെയാണ് ആ ഒരു ദിവസം കാലത്ത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഒരു ചിട്ട എങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്? ചിട്ട രീതി എന്ന് പറയുമ്പോൾ കാലത്ത് ഇപ്പോൾ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ കോളേജ് ദിവസങ്ങളിലാണെങ്കിൽ പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, കോളേജിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, ട്യൂഷൻ ഉണ്ടാകും. കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. എത്ര കൊല്ലമായി? ഞാൻ എൻ്റെ ചെറിയ ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി തൊട്ടാണ് ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നാട്ടിലുള്ള കുട്ടികൾ? അതെ, നാട്ടിൽ ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള വർക്ക്സ് എന്താണ് അത് തീർത്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കും. നമ്മൾ വിചാരിക്കും നന്നായി പഠിക്കുന്ന കുട്ടികൾ 24 മണിക്കൂറും പഠിക്കുകയായിരുന്നു. ഒരിക്കലും അല്ല. നമുക്കൊരിക്കലും 24 മണിക്കൂറും പഠിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എത്ര നേരമുണ്ടോ അത്ര നേരം പഠിക്കാൻ സാധിക്കില്ല. എപ്പോഴും നമ്മളൊരു 2 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ അരമണിക്കൂർ നമുക്കൊരു റിലാക്സ് ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിലാണ് ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഇനി പഠിക്കാൻ അവർക്കൊരു പ്രോത്സാഹനം കിട്ടുള്ളൂ. അതൊരു റിലാക്സേഷൻ ടൈം. അത് കഴിഞ്ഞ് ഉറക്കം. അത്ര തന്നെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ? അതായത് ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിലുള്ള നേട്ടങ്ങൾ അല്ലേ, ആ നേട്ടങ്ങൾ ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്താണ്, ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് പൊതുവായിക്കോട്ടെ അല്ലെങ്കിൽ സ്വകാര്യ ആയിക്കോട്ടെ എന്താണെങ്കിലും അതിൻ്റെ ഒരു മാനേജർ എന്നുള്ള ഒരു പൊസിഷനിൽ നമ്മൾ എത്തുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്താലാണ് അതിന് വിജയം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആ എന്താ പറയുക, താങ്കളുടെ ഭാവി ജീവിതം ഈ പറഞ്ഞിട്ടുള്ള ജോലിയിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. ഒപ്പം കുടുംബത്തിൻ്റെ കാര്യം, കുടുംബത്തിൽ ആരൊക്കെയാ? എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ അമ്മ, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ പേര് പ്രദീപ് അല്ലേ? അമ്മയുടെ പേര് പുഷ്പ. സഹോദരൻ അനിരുദ്ധൻ, സഹോദരി സഹോദരൻ ഇപ്പൊ ഒരു ജിം ട്രെയിനർ മാനേജറാണ് എറണാകുളത്ത്. സഹോദരി അഖില, പിന്നെ സഹോദരി ഭർത്താവ് ഉണ്ണികൃഷ്ണൻ. ഒരു കുട്ടി ഒരു ധ്രുവ അല്ലേ? ഓക്കെ. അപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.